എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഏത് ഭാഷയാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിനെ പെട്ടെന്ന് പഠിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ലാംഗ്വേജിനെ ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? വാക്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് വാക്യങ്ങൾ? ഫ്രേസ് എന്ന് പറയും, ഫ്രേസ്. അതുകൊണ്ടാണ് ലാംഗ്വേജിൽ വാക്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വാക്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങല്ലേ. നമ്മുടെ ഒന്നാമത്തെ വാക്യമാണ് എന്താണ്? തോടി ദേർമേൽ. എന്താണ് തോടി ദേർമേൽ? തോടി ദേർമേൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ. എന്താണ്? കുറഞ്ഞ സമയത്തിനുള്ളിൽ തോടി ദേർമേൽ. അപ്പം ഞാൻ പറയാണ്, ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ വരികയാണ് അല്ലെങ്കിൽ വരുന്നു എന്നാണ്. വരുന്നു. ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ വരുന്നു അല്ലെങ്കിൽ വരികയാണ് എന്ന് പറയണം. അപ്പോൾ പറയാം, മേ തോടി ദേർമേ, മേ തോടി ദേർമേ വഹ ആരഹാഹും. മേ തോടി ദേർമേ വഹ ആരഹാഹും. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ അവിടെ വരും അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്താണ് ഹർ ബാർ. ഹർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും. ഹർ ബാർ, ഓരോ തവണയും. ഹർ ബാർ. ഇപ്പം ഞാൻ പറയാണ്, അവൻ ഓരോ തവണയും കള്ളം പറയാറുണ്ട്. അവൻ ഓരോ തവണയും കളവ് പറയാറുണ്ടെന്ന് പറയുമ്പോൾ ഹർ ബാർ. വോ ഹർ ബാർ, വോ ഹർ ബാർ ജൂട്ട് ബോൾത്താ ഹേ. വോ ഹർ ബാർ ജൂട്ട് ബോൾത്താ. ജൂട്ട് എന്ന് പറഞ്ഞാൽ കള്ളം എന്നർത്ഥം. വോ ഹർ ബാർ ജൂട്ട് ബോൾത്താ ഹേ. ഓക്കെ. ഇനി മൂന്നാമതാണ് ബാർ ബാർ. ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. അപ്പം ഞാൻ പറയാണ്, അവൻ വീണ്ടും വീണ്ടും ഇവിടെ വരാറുണ്ട്. അവൻ വീണ്ടും വീണ്ടും ഇവിടെ വരാറുണ്ട്. വോ അല്ലെങ്കിൽ വഹ എന്ന് പറയാം. വോ ബാർ ബാർ യഹാ ആതാ ഹേ. വോ ബാർ ബാർ യഹാ ആതാ ഹേ. ഓക്കെ. അവൻ വീണ്ടും വീണ്ടും ഇവിടെ വരാറുണ്ട്. ഇനി അടുത്താണ് ആസ് പാസ്. ആസ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും. എന്താണ്? ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സമീപം. ഓക്കെ. എടുത്തുനർത്ഥം. ചുറ്റും അല്ലെങ്കിൽ സമീപം. ഞാൻ പറയണേ, ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ വിളിക്കുകയാണ്, ആപ് സബ് മേരെ ആസ് പാസ് ആവോ. आप सब मेरे आस पास आओ. आस पास आओ. ഓക്കെ. ആസ് പാസ്. ഞാൻ പറയണേ, എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? മേരെ ആസ് പാസ് കോയ് ഹേ. മേരെ ആസ് പാസ് കോയ് ഹേ. ഇനി അടുത്താണ് ഹർ മഹീനെ. ഹർ മഹീനെ. ഈ വാക്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഒന്ന് പഠിച്ചെടുക്കുക. കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആ സെൻറ്റൻസിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു 5 ഒരു 3 4 തവണ വായിച്ച് മനസ്സിലാക്കുക. ഹർ മൈനെ. മൈനെ എന്ന് പറഞ്ഞാൽ മാസം എന്നാണ്. ഹർ മൈനെ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും. എല്ലാ മാസവും. ഇപ്പം ഞാൻ പറയാണ്, എല്ലാ മാസവും നിങ്ങൾ ഇവിടെ വരാറുണ്ട്. എല്ലാ മാസവും നിങ്ങൾ ഇവിടെ വരാറുണ്ട്. ഹർ മൈനെ ആപ് യഹാ ആത്തെ ഹോ. ഹർ മൈനെ ആപ് യഹാ ആത്തെ ഹോ. എല്ലാ മാസവും നിങ്ങൾ അവിടെ പോകാറുണ്ട്. ഹർ മഹിനെ ആപ് വഹാ ജാത്തെ ഹോ. എല്ലാ മാസവും ഞാൻ അവിടെ പോവാറുണ്ട്. ഹർ മൈനെ മേ വഹ ജാത്താ ഹൂം. ഇനി അടുത്താണ് ബഹുത് ജ്യാദ. ബഹുത് ജ്യാദ എന്ന് പറഞ്ഞാൽ, ബഹുത് ജ്യാദ എന്ന് പറഞ്ഞാൽ വളരെ അധികം. വളരെ അധികം. നിങ്ങൾ വളരെ അധികം കഴിക്കാറുണ്ട് എന്ന് പറയാം. നിങ്ങൾ വളരെ അധികം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ അധികം കുടിക്കാറുണ്ടെന്ന് പറയാം. ആ ബഹുത് ജ്യാദ ഖാത്തെ ഹോ. ആ ബഹുത് ജ്യാദ പീത്തെ ഹോ. നിങ്ങൾ വളരെയധികം സംസാരിക്കാറുണ്ട്. ആ ബഹുത് ജ്യാദ ബോൾത്തെ ഹോ. ആ ബഹുത് ജ്യാദ ബോൾത്തെ ഹോ. അവൻ വളരെയധികം സംസാരിക്കാറുണ്ട്. വോ ബഹുത് ജ്യാദ ബോൾത്താ ഹേ. വോ ബഹുത് ജ്യാദ ബോൾത്താ ഹേ. ഇനി അടുത്താണ് സമയപ്പർ. സമയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത്. കൃത്യസമയത്ത്. അപ്പം ഞാൻ പറയാണ്, കൃത്യസമയത്ത് നീ ഇവിടെ വരണം. കൃത്യസമയത്ത് നീ ഇവിടെ വരണം. അപ്പോൾ പറയാം, കൃത്യസമയത്ത്. സമയപ്പർ ആപ്കോ യഹാ ആനാ ഹേ. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറയാണ്, അവൻ കൃത്യസമയത്ത് ഇവിടെ വരാറുണ്ട്. അവൻ കൃത്യസമയത്ത് ഇവിടെ വരാറുണ്ട്. പറയാം, വോ സഹി ടൈം പർ. അല്ലാന്നുണ്ടെങ്കിലോ വോ സമയ പർ യഹാ ആതാ ഹേ. വോ സമയ പർ യഹാ ആതാ ഹേ. ഞാൻ കൃത്യസമയത്ത് അവിടെ പോവാറുണ്ട്. ഞാൻ കൃത്യസമയത്ത് അവിടെ പോവാറുണ്ട്. മേ സമയ പർ വഹാ ജാത്താ ഹൂം. മേ സമയ പർ വഹാ ജാത്താ ഹൂം. ഓക്കെ. സമയ പർ. ഇനി അടുത്താണ് ഇസ്ലിയെ. എന്താണ്? ഇസ്ലിയെ. ഇസ്ലിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് എന്നർത്ഥം. അതുകൊണ്ട്. ഇസ്ലിയെ. അതുകൊണ്ട്. എന്താണ്? അതുകൊണ്ട്. ഇസ്ലിയെ. ഇസ്ലിയെ.
ഞാൻ പറയാണ് കൽ മുജെ ബുഖാർത്ത, കൽ മുജെ ബുഖാർത്ത എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഇസ്ലിയെ മേ ആപ്കെ പാസ് നീ ആയ, ഇസ്ലിയെ, ഇസ്ലിയെ അതുകൊണ്ട് മേ ആപ്കെ പാസ് നീ ആയ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വന്നില്ല എന്നാണ്. ഇനി അടുത്താണ് ലേക്കിൻ, ഐ എം സോറി, ലേക്കിൻ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ്. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ. ഓക്കെ, ലേക്കിൻ പക്ഷേ. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു ഉദാഹരണം പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരുപാട് പണമുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് പണമുണ്ട്. മേരെ പാസ് ബഹുത് ജ്യാദ പൈസ ഹെ, മേരെ പാസ് ബഹുത് ജ്യാദ പൈസ ഹെ ലേക്കിൻ മേരെ പാസ് ഗാഡി നെഹി ഹെ. ലേക്കിൻ എൻ്റെ അടുത്ത് എന്തില്ല, വാഹനമില്ല. മേരെ പാസ് ഗാഡി നെഹി ഹെ. ഓക്കെ, അപ്പം ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ്. ഇനി അടുത്താണ് ക്യോങ്കി. ക്യോങ്കി എന്ന് പറഞ്ഞാൽ കാരണം, ക്യോങ്കി എന്ന് പറഞ്ഞാൽ കാരണം, ക്യോങ്കി. ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു. കൽ മേ ആബ്സെൻ്റ് താ, കൽ മേ ആബ്സെൻ്റ് താ ക്യോങ്കി മുझे ബുഖാർ താ, ക്യോങ്കി മുझे ബുഖാർ താ എന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു അർത്ഥം. ഓക്കെ, ചില വാക്കുകളൊക്കെ നമ്മൾ അതുപോലെയാണ് ഇംഗ്ലീഷിൽ പറയാറ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ കുറച്ച് വാക്യങ്ങൾ അതുപോലെ ഹിന്ദിയിലും പറയാറുണ്ട്. ഓക്കെ, സംസാരിക്കുമ്പോൾ. ക്യോങ്കി. ഇനി അടുത്താണ് ഓർ. ഓർ എന്ന് പറഞ്ഞാൽ അതുപോലെ, ഓർ എന്ന് പറഞ്ഞാൽ അതുപോലെ, അതുപോലെ. അപ്പം പറയാം, ഞാൻ പറയാണ്, അവനും ഞാനും, അവനും ഞാനും, വോ ഔർ മേ, നിങ്ങളും ഞാനും, ആപ് ഔർ മേ. ഓക്കെ, അവനും അതുപോലെ. അപ്പോൾ അതുപോലെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക, ഓർ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന ഈ ഒരു വാക്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഒരു 3-4 തവണ വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.